ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് മോട്ടോ വ്ളോഗായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് മോട്ടോ വ്ളോഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ നമുക്കൊന്ന് ചെയ്താൽ കൊള്ളാം. പിന്നീട് എപ്പോഴെങ്കിലും ഇതൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ചില മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഏകദേശം റിട്ടയർമെന്റ് ടൈമിലൊക്കെ നമുക്കിങ്ങനെ ഇരുന്ന് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ അന്നെന്ത് കോമഡി ആയിരുന്നു എന്നൊക്കെ തോന്നിപ്പോകുന്ന എന്തെങ്കിലും ഓർമ്മകളൊക്കെ വേണ്ടേ. അതുകൊണ്ട് എനിക്കൊന്ന് തുടങ്ങിയാൽ കൊള്ളാൻ തുടങ്ങി എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ പാലക്കാട് ടു വാൾപ്പാറ ആണ്. പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയാണ്. എന്താ പറയുക, ഞങ്ങൾ കുറച്ച് പേര് ഫ്രണ്ട്സ് ചേർന്നിരുന്നിട്ടൊരു ലഞ്ചിന് പോയപ്പോൾ അതിൻ്റെ മുന്നേ ഒരു 10 AM പെട്ടെന്ന് പ്ലാനായി ഇറങ്ങി തിരിച്ചൊരു ട്രിപ്പാണിത്. ശരിക്കും പറഞ്ഞാൽ യാദൃശ്ചികമായി വീണ് കിട്ടിയ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഈവൻ എന്താ പറയുക, ഒരു ജാക്കറ്റോ ഗ്ലൗവോ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് പാലക്കാട് വന്നു, പാലക്കാട്ടിൽ നിന്ന് പ്ലാനായി, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുക. നമ്മുടെ യാത്ര തുടങ്ങി വെച്ചത് പാലക്കാട്ടിൽ നിന്ന് ഇപ്പോൾ ദാ പൊള്ളാച്ചി റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊള്ളാച്ചി റോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് മനോഹരമായിട്ടുള്ള റോഡാണെന്നറിയോ. പാലക്കാട്ടത്തെ ആ കുണ്ടുകുഴിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടല്ലോ പിന്നെ അടിപൊളിയാണ്. പൊള്ളാച്ചിന്ന് പിന്നെ നമ്മൾ ഈ ആനമല ആ റോഡ് പോകുന്നതിന് ആളിയാർ ഡാമിൻ്റെ അകത്ത് വരെയുള്ള റോഡ് അല്ല, വാൾപ്പാറ വരെയുള്ള റോഡിന് വെച്ചോളൂ, അടിപൊളി റോഡാണ്. ഞാൻ ഒരുപാട് വട്ടം എക്സ്പീരിയൻസ് ചെയ്തതാണ്. അന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് ഒരുപാട് കൂട്ടുകാർ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ വ്ളോഗ് ചെയ്യാൻ എന്തിനൊന്നും നമുക്ക് ടൈമില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കിളൊക്കെ ഭയങ്കര ഷോർട്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താമെന്ന് തോന്നി. അപ്പോൾ എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ, ബൈക്ക് റൈഡ്. സോ നമുക്ക് ബൈക്ക് റൈഡ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആളിയാർ ഡാമിലേക്കാണ് അടുത്ത ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരും. പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ആളിയാർ ഡാം പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുകയാണെങ്കിൽ സമയത്തിനനുസരിച്ച് കയറണം, ഇല്ലെങ്കിൽ മേലെ നിന്ന് ആ വ്യൂ പോയിന്റിൽ നിന്ന് ഡാമിൻ്റെ ഒരു വ്യൂ കിട്ടും. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ട്രിപ്പിന് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാക്സിമം അനുവാദം വാങ്ങണം. നോക്കിയേ, പേരയ്ക്കാം എൻ്റെ ഫേവറേറ്റ് ആണ്. പൊള്ളാച്ചി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മളിത് വാങ്ങി. ഞാനും എൻ്റെ ഒരു സാറുണ്ട്, ഞങ്ങൾ ഇതിൻ്റെ അഡിക്റ്റാണ്. എന്നുവെച്ചാൽ ഞങ്ങൾക്കിതില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ പൊള്ളാച്ചിക്കാണെങ്കിൽ മെയിനായിട്ടുള്ള സ്ഥലം വെച്ചാൽ അവിടെ നിന്ന് വാങ്ങാതെ പോകാറില്ല. അങ്ങനെ നമ്മൾ ഇടതൂറിയ കാടുകൾ, പച്ചപ്പിലൂടെയുള്ള നടു റോഡിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഫീലാണ്. ബൈക്കൊക്കെ ഓടിച്ചു പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഓ മോനെ, ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. പ്രത്യേകം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പെർമിഷൻ വാങ്ങിയിട്ട് തന്നെ വരിക. കാരണം നമ്മളെ യാത്രയിലിടയിൽ എന്തും നമുക്ക് എപ്പോഴും സേഫ്റ്റി നോക്കിയിട്ട് വേണം പോകാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സേഫ്റ്റി ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ, ഇപ്പം ഞാൻ ഒന്നും എടുത്തിട്ടില്ല, ഈവൻ ഗ്ലൗ പോലും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴും അതൊക്കെ ഉപയോഗിക്കുന്നത് അത്രയും ബെറ്ററാണ്. നമ്മൾ ഏകദേശം ആളിയാർ ഡാമിൻ്റെ ഇത് കഴിഞ്ഞു. ഇവിടെ ആനമല ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ആനമല ടൂറിസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ അവരുടെ ഇതിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം, നേരെ വിടാം. അവിടുന്ന് കുറച്ച് ദൂരം കുറച്ച് ദൂരം പോകുന്നപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഹിൽ സൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്താ പറയാ, നമ്മുടെ ഹെയർ പിന്നൊക്കെ ഉണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഈ 42 ഹെയർ പിൻ ബെൻഡുകൾ കടന്നിട്ട് വേണം നമുക്ക് വാൾപ്പാറ എത്താൻ. നമ്മുടെ CB 350 നിന്ന് കിട്ടുന്ന ഡക് സൗണ്ടും ഓരോ ഹെയർ പിൻ ബെൻഡും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ ബൈക്കിന്റെ വേഗതയ്ക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഓരോ കാഴ്ചകളും പിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയാ, ഒരു ഭയങ്കര ഫീലാണ് ബൈക്കിൽ അടിച്ച്. നമുക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞ നമ്മുടെ ഡാം വ്യൂ നോക്കിയാൽ എന്ത് ഭംഗിയാ. നോക്കിയാൽ എൻ്റെ അടുത്ത് ഫോണിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ്, നമ്മുടെ നോർമൽ ഫോണിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ്, അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്നാലും പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കും. ഞാൻ കാണുന്ന കാഴ്ചകൾ എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ ഏകദേശം ടീ എസ്റ്റേറ്റുകളുടെ ഇടയിലേക്ക് എത്താറായി. തേയിലത്തോട്ടങ്ങളുടെ വളഞ്ഞും പൊളഞ്ഞുള്ള യാത്ര വേറിട്ടൊരു അനുഭൂതി നൽകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ഹിൽ സൈഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിച്ചു പോകാൻ.
ഏറ്റവും കൂടുതൽ ശാന്തമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഹിൽ സൈഡാണ്. കുറച്ചുകൂടി തനിയെ ഇരുന്നും എന്താ പറയുക, നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് അത് വീട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. നോക്കി എന്ത് ഭംഗിയാ നോക്കി. ഇതൊക്കെ നമ്മൾ വീട്ടിലിരുന്നാൽ കിട്ടും, ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഈ ട്രിപ്പിന് മെയിനായിട്ട് പ്ലാൻ ചെയ്ത എൻ്റെ ഫ്രണ്ടിന് നിൽക്കട്ടെ 1000 നന്ദി. കാരണം ഞാൻ ഇതിന് മുന്നേ വാൾപ്പാറ വരുമ്പോഴും പ്ലാൻ ചെയ്ത് വന്ന ട്രിപ്പിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റൈഡിങ് ഗ്ലൗവും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നപ്പോൾ പോലും എനിക്ക് ഇത്ര തണുപ്പോ ഇതൊന്നും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് വീണ് കിട്ടിയ ഭാഗ്യം പോലെ തന്നെ കോടമഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് പുൽകുന്നുണ്ട്. നല്ലൊരു ഫീല്. 2 സൈഡ് പച്ചപ്പ്, റോഡിലൂടെ ചെറിയ ചെറിയ തിരക്ക്. ആ റോഡിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, തണുപ്പും. മോനെ പൊളിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആളിയാർ ഡാം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മോനെ നോക്കിയേ, കോടയിൽ പൊതിഞ്ഞ വാൾപ്പാറ. വാൾപ്പാറ തേയിലത്തോട്ടത്തിൽ ഒരു മഞ്ഞുകാലത്ത് കുളിച്ചിരിക്കുകയാണ് മോനെ. മഞ്ഞിങ്ങനെ കുളിപ്പിച്ച് വെച്ചിരിക്കും, പുതച്ച് മൂടിയ പോലെ ഉണ്ട്. ജാക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തണുപ്പൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മയിലിൻ കഴുത്തിൽ വാഴും വണ്ണം. എന്താ പറയാ, നമുക്ക് പ്രത്യേക ഒരു കണക്ഷൻ കിട്ടണം കേട്ടോ. ബൈക്ക് കണക്ഷൻ വിത്ത് നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ റോഡ് ഒന്ന് ട്രൈ ചെയ്തേക്കണം. ഈ റോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആതിരപ്പള്ളി വഴി വന്ന് മലയ്ക്കപ്പാറ വന്ന് വാൾപ്പാറ, അതൊരു പ്രത്യേക ഏതൊരു റൈഡറും ഒരു വട്ടം ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റോഡാണത്. ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് ഇതുപോലെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനി അതുപോലെ ഒരു അവസരം വരുന്ന വെച്ചാൽ ഞാൻ എന്തായാലും ചെയ്യും. എന്താ കാഴ്ച നോക്കി മക്കളെ, നമ്മള് വീട്ടിലിരുന്നിട്ട് നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും നമ്മൾ ഓടിയിരുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ജീവിതം തന്നെ ഒരു യാത്രയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. കാരണം നമുക്ക് വേണ്ടി ടൈം കണ്ടെത്താൻ പറ്റണം. ഞാൻ എൻ്റെ പേഴ്സണൽ ഇതെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മൾ തന്നെ ഹീൽ ചെയ്യണം, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സോൾവ് ചെയ്യണം. കാഴക വഴിയിലെ കനവുകൾ ഇറക്കിറായ് കണ്ണാടി കോപ്പையாழில் நான் கைமீறி சேர்ந்த தேயிலை കണ്ണങ്ങൾ മൂടിയോരമായി നീ നിன்றாலே അന്തേ തേപിരൈ. അങ്ങനെ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വന്നതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി. കാരണം ഒരു മൈൻഡ് ഫുള്ളായിട്ടൊന്ന് റിലാക്സ്ഡ് ആയി. പിന്നെ ഈ കാണുന്ന കോടയും ഇതൊക്കെ കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു. ഒരു പ്രത്യേക ഫീലാണ്. എന്തായാലും നിങ്ങൾക്ക് എന്ത് ടെൻഷനോ പ്രോബ്ലംസോ എന്തുണ്ടായിക്കോട്ടെ, നമുക്ക് ഒരു യാത്ര ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ. എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. സോ നിങ്ങൾ എന്തായാലും ഒരു യാത്ര ചെയ്യുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും. എല്ലാ പ്രശ്നങ്ങളും ഇല്ലാണ്ടാവും മീൻസ് ഒരു വഴിയെങ്കിലും തെളിഞ്ഞു കിട്ടും. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മനസ്സമാധാനം കിട്ടും. അങ്ങനെ നമ്മൾ ഏകദേശം തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. കാരണം ഇനിയും വഴിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെത്താൻ ഞാൻ പറഞ്ഞല്ലോ, പെർമിഷൻ എടുത്തിട്ട് വേണം നമ്മൾ എപ്പോഴും വരാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏകദേശം ടൈമിൻ്റെ ഉള്ളിൽ വീട്ടിൽ തിരിച്ചെത്തിയാലാണ് ഒരു നാളെ നമുക്ക് പുറത്ത് പോകുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്കൊരു ഭയമില്ലാണ്ട് നമ്മളെ വിടാൻ തോന്നും. സോ നിങ്ങളും ബിവെയർ. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. മാക്സിമം വണ്ടി ഓടിക്കണ്ടെന്നല്ല, ഒരുപാട് സ്പീഡ് പോകാതിരിക്കുക. ഞാൻ ഒരുപാട് സ്പീഡ് പോയ ആളാണ്, ഇപ്പൊക്കെ കമ്മിയാക്കി. ഐ ഡോണ്ട് നോ, തന്തവൈബൊന്നും അല്ലാന്ന് വിചാരിക്കുന്നു. ബട്ട് ഇതാണ് കുറച്ചും കൂടെ രസം എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് സ്പോർട്സ് ബൈക്കാണ്. അതൊന്നും ഇപ്പോൾ നമ്മളൊരു ക്രൂയിസറിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, എന്ത് മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ കാര്യങ്ങൾ.
അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് എത്തിക്കുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളുടെ ഓരോ ലൈക്ക് എനിക്ക് പ്രചോദനമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ചില ജനാലകൾ താരകങ്ങൾ നേർക്കു നോക്കും